നമ്മൾ ഒരു ബോർഡ് എക്സാം പേപ്പർ അല്ലെങ്കിൽ ഏതൊരു എക്സാം പേപ്പറിലും എഴുതുമ്പോൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് പൊതുവെ നമ്മളിടുന്ന മാർക്ക് എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. അപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പോയിന്റുകൾ എഴുതുമ്പോൾ മാത്രമേ നമുക്ക് മാർക്ക് വീഴത്തുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതിയാൽ മാർക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ 2 മാർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 പോയിന്റുകൾക്കായിട്ടായിരിക്കും ആ 2 മാർക്ക് പോകുന്നത്. എപ്പോഴും നമ്മുടെ വാല്യുവേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഓരോ പോയിന്റുകൾക്കുമായിട്ടാണ് മാർക്ക് വീഴുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പേപ്പറിലേക്ക് ആഡ് ചെയ്തിട്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് എഴുതേണ്ടത്. പിന്നെ ന്യൂമറിക്കൽസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ആ ന്യൂമറിക്കലിന്റെ ഇക്വേഷൻസ് കൊടുക്കണം. കാരണം ഇക്വേഷൻസിന് മാർക്ക് ഉണ്ടായിരിക്കും. ഫൈനൽ ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ടും അതിനകത്ത് യൂണിറ്റുകൾ കൊടുത്തിരിക്കണം. കാരണം യൂണിറ്റുകൾ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് മാർക്ക് പോകും. പിന്നെ നമുക്ക് വരുന്നത് 10ലാണെങ്കിൽ നമുക്ക് റേ ഡയഗ്രംസ് വരാറുണ്ട്. ഈ റേ ഡയഗ്രംസ് വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ആരോ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുത്ത് തന്നെ നമ്മൾ വരച്ചില്ല എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് മാർക്കും നഷ്ടപ്പെട്ടു പോകും. പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഇങ്ങനെ മാർക്ക് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഓരോ മാർക്ക് വൈസ് എത്ര മാർക്കാണോ ഒരു ക്വസ്റ്റ്യന് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കിന്റെ അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിത്തിൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൈമിൽ ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരേപോലെ എഴുതണ്ട. 2 മാർക്കിന് ആ മാർക്കിന്റെ അനുസരിച്ചിട്ടുള്ള പോയിന്റുകളും 5 മാർക്ക് എഴുതുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പോയിന്റുകളും ആഡ് ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പേപ്പറിൽ മാർക്ക് വീഴുന്നതായിരിക്കും.